ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഓമി കൃഷ്ണകുമാറിൻ്റെ മകൾ കൊച്ചുമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അഹാന കൃഷ്ണ, അതിന് മുമ്പല്ലേ അഹാന കൃഷ്ണ കുറച്ച് ദിവസമായിട്ട് എയറിലാണ്. ഇപ്പോൾ ഇതാ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളിക്കാരി എയറിലായിരിക്കുകയാണ്. അപ്പോൾ ആ എയറിലായതിൻ്റെ കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് പോകാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആണിത്. എന്താ പറയുക, ആ മോൻ്റെ ബർത്ത്ഡേയാണ്. ആ മോൻ്റെ ബർത്ത്ഡേ അമ്മ നടുക്ക് നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനും എന്താ പറയുക, ഓസിയുടെ അച്ഛനും അമ്മയും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ മക്കളുടെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അച്ഛൻ എടുക്കും, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ എടുക്കും, അല്ലെങ്കിൽ അമ്മ എടുക്കൂലേ. എന്താ പറയുക, അല്ലാതെ അമ്മൂമ്മയും അമ്മയുടെ അച്ഛനൊന്നും അല്ല എടുക്കാറുള്ളത് ഫസ്റ്റ് ബർത്ത്ഡേക്ക്. അത് കഴിഞ്ഞിട്ട് പോട്ടെ എന്ന് വയ്ക്കാം. ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്ത് തന്നെയാണെങ്കിലും ഒരു സ്വന്തം അച്ഛനും അമ്മയും എടുക്കുക. അത് അവർ മാത്രമാണ് സ്റ്റേജിൽ നിൽക്കാറുള്ളത് അല്ലേ. ഇത് മൊത്തം ഫാമിലി നിൽക്കുന്നുണ്ട്, ശരി, അത് പോട്ടെ, മൊത്തം ഫാമിലി നിൽക്കുന്നതിന് കുഴപ്പമില്ല. അതും പോരാഞ്ഞിട്ട് ആ ഓസിയുടെ ഹസ്ബൻഡ് നിൽക്കുന്നത് കണ്ടോ, എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കി നോക്കൂ. ഒരു അന്യനെ പോലെ സൈഡിൽ നിൽക്കുവാണ്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ. അതുമല്ല, ഇപ്പം ഭയങ്കരമായിട്ട് എയറിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പച്ചി, ആദ്യം ആ അപ്പച്ചി അഹാന കൃഷ്ണയുടെ അപ്പച്ചി അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് നിന്ന് അപ്പച്ചി, അത് പ്രായമുള്ളതാണ്, അപ്പുറത്ത് നിന്ന് അപ്പച്ചിയെ കുറച്ച് കൊണ്ടുവന്ന് ഇപ്പുറത്തോട്ട് നിൽക്കാൻ പറഞ്ഞു. അത് പാവം ഇപ്പുറത്തോട്ട് വന്ന് നിന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് നിന്ന സമയത്ത് അപ്പച്ചി അവിടെ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വ്യക്തമാണ്. ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. അതുപോലെ തന്നെ ആ അപ്പച്ചി ഉടുത്തിരിക്കുന്ന ആ ഒരു സാരി, ഇവരെല്ലാവരുമായിട്ടിരിക്കുന്ന ആ ഡ്രസ്സും ആ അപ്പച്ചി ഉടുത്തിരിക്കുന്ന ആ ഒരു സാരിയുടെയും ആ ഒരു ഇതൊന്ന് നോക്കൂ. അതും അല്ലാതെ ആ അപ്പച്ചി കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ വിധവിയല്ല. അപ്പോൾ എങ്ങനത്തെ പട്ടുസാരി വേണമെങ്കിലും ഉടുക്കാം ആ അപ്പച്ചിക്ക്. അപ്പോൾ ആ അപ്പച്ചി ഒഴിവാക്കിയിട്ടാണ് അങ്ങനെ ആ നിർത്തിയിരിക്കുന്നത്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞ് വിഷമം തോന്നുന്ന ആ ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ആ അപ്പച്ചി, നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ ഞാൻ കാണിക്കുന്നുണ്ട് സെറ്റിൽ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പച്ചി കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതും മുറിക്കാനിരിക്കുന്ന കേക്കല്ല, ആ ഒരു കപ്പ് കേക്കാണ് അവിടെ ഇരിക്കുന്നത്. ആ കപ്പ് കേക്ക് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇഷാനി കൈ തട്ടി മാറ്റുന്ന ഒരു ഇതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് വിഷമം തോന്നിയിട്ട്, എന്താ വെച്ചാൽ അവരൊരു പ്രായമായ ഒരു സ്ത്രീയാണ്, അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്, ഇവരിൻ്റെ ആ ഒരു ഇതും അതൊന്നും അറിയില്ല. അവർ ആ കേക്ക് കണ്ടപ്പോൾ വേഗം എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അത് കൈ തട്ടി മാറ്റുന്നൊരു പ്രാവശ്യം എടുക്കാൻ പോയി, രണ്ടാം പ്രാവശ്യം എടുക്കാൻ പോയി. അപ്പോൾ ആ കൈ തട്ടി മാറ്റുന്ന ഒരു ഇതാണ് കണ്ടത്. അത് കണ്ടപ്പോഴും ഭയങ്കര വിഷമം തോന്നി. ഇവരെല്ലാം നല്ല വലിയ കൂടിയ ആൾക്കാർ, അവരെ എന്തോ ഒരു തരത്തിൽ നീക്കി നിർത്തുന്ന പോലെ. അതുപോലെ തന്നെ ഇതിൽ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ, രണ്ടാമത്തെ മൂന്നാമത്തെ പോട്ടെ, ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഓസിയുടെ ഫാമിലിയും അതുപോലെ തന്നെ ഓസിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും വേണം. ഇതിൽ ഓസിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എവിടെയും കാണുന്നില്ല, അവർ വന്നിട്ടേ ഇല്ല. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഇത് സർപ്രൈസ് പാർട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലേ, അതിനെല്ലാവരും ഒരുമിച്ച് നല്ല ആഘോഷത്തിൽ കഴിക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ വലിയ സെലിബ്രിറ്റീസാണ്, ഇവരെല്ലാ കാര്യങ്ങളും ഭയങ്കര ആഘോഷമായിട്ട് കഴിക്കുന്നവർ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇതാക്കി, ഇവളുടെ മൊത്തം ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവളുടെ ചേച്ചിമാരും അനിയത്തിമാരും അതുപോലെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. വൈഷ്ണവ്, അവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ പുള്ളിക്കാരൻ വൈഷ്ണവ് എന്നാണ് തോന്നുന്നു, ഓസിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഫാമിലി ആരുമില്ല, അച്ഛനും അമ്മയും ആരുമില്ല, വേറെ ആരും വേണ്ട, അച്ഛനും അമ്മയെങ്കിലും ഉണ്ടാവില്ല. എന്ത് തിരക്കാണെങ്കിലും കൊച്ചുമോന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ല, അവരെ മാറ്റി നിർത്തിയ ഒരു ഇതാണ് അവിടെ കണ്ടത്. അതുപോലെ തന്നെ ആ കൈ തട്ടി മാറ്റിയത്, അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഓരോ വീഡിയോസും ഇവരുടെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഓസിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു വിലയും ആ വീട്ടുകാർ കൊടുത്തിട്ടില്ല. എന്താ പറയുക, അവൻ ശരിക്കും ഒരു അന്യനെ പോലെ വന്ന് നിൽക്കുന്ന ആ ഒരു ഇതാണ് എല്ലാ വീഡിയോസുകളും എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് നമ്മൾ കൊടുക്കണം അല്ലേ. അതൊന്നും കൊടുക്കാതെ ഒരു അന്യനെ പോലെ നിൽക്കുന്ന കാണുമ്പോൾ അതിൽ താഴെ വന്നിരിക്കുന്ന കമൻസൊക്കെ കാണണം, ഇവനെ വെറും ഭർത്താവ് ഉദ്യോഗസ്ഥൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ വായിക്കുന്ന ഓസിയുടെ ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കും. ഓസിക്ക് അപ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. അപ്പോൾ നെഗറ്റീവ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നേടാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ഇങ്ങനെ ആകുകയെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ആ അപ്പച്ചിയോട് കാണിച്ചതും അതുപോലെ തന്നെ ഓസിയുടെ
ഹസ്ബൻഡിനെ ആ എന്താണ് ഒന്നും അല്ലാത്ത രീതിയിൽ ആ മോനെ പോലും എടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ അവൻ മാറി നിൽക്കുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയൊരു ഇത് തന്നെയാണ്. ഇവൻ്റെ എന്താണ് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ മക്കളെ എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, കൃഷ്ണകുമാറെ എങ്ങനെയാണ്, പിന്നെ എന്താണ് നേരത്തെ ഇഷ്യൂസ് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. സ്വന്തം എന്താ പറയുക അമ്മമ്മയെ പോലും ബഹുമാനിക്കാത്ത ആളാണ് അഹാന കൃഷ്ണ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സ്വന്തം എന്താണ് അമ്മമ്മയെ ബഹുമാനിക്കുന്നില്ല, പിന്നെ ഇപ്പോൾ എവിടെന്നോ കയറി വന്ന എന്താണ് ഓസിയുടെ ഭർത്താവിനെയും ബഹുമാനിക്കണമെന്നൊന്നുമില്ലല്ലോ. എങ്കിലും അവൻ അവിടുത്തെ ഓസി ആ മോൻ്റെ അച്ഛനാണ്. ആ ഒരു പരിഗണന പോലും അവർ കൊടുക്കാതെ ഈ ഒരു ഇത് കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി. സത്യം പറഞ്ഞ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആ അപ്പച്ചോട് കാണിച്ചതും അതുപോലെ ഓസിയുടെ ഹസ്ബൻഡിനോട് കാണിച്ചതും കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് ഇതൊരു കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.